മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇന്ത്യക്ക് തോൽവി ആണ്. രണ്ടാം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുവാഹട്ടി ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി നേരിട്ടിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയോട് 408 റൺസിനാണ് തോറ്റത്. പരമ്പര ദക്ഷിണാഫ്രിക്ക നേടിയിരിക്കുന്നു. ആദ്യ ടെസ്റ്റും രണ്ടാം ടെസ്റ്റും ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെയായിരുന്നു. സൈമൺ ഹാർമറിന് 6 വിക്കറ്റാണ് നേടിയത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും റാസിൻ ചേരുന്നു. റാസിൻ, 2 ടെസ്റ്റും പരാജയപ്പെട്ടു. അതിൽ ഇന്ത്യക്ക് അവസാനത്തേക്ക് അല്ലെങ്കിൽ ഈ അവസാന മണിക്കൂറുകളിൽ വലിയൊരു ബാറ്റിംഗ് തകർച്ച തന്നെയായിരുന്നു. അതോടൊപ്പം ഈ സൈമൺ ഹാർമറിൻ്റെ ഹാമർ പ്രഹരം താങ്ങാനാവുന്നില്ല. 6 വിക്കറ്റുകളാണ് നേടിക്കൊണ്ടുപോയത് അല്ലേ റാസിൻ? തീർച്ചയായും കാളിദാസ്, ഏറെ ദുഃഖകരമായ, ഏറെ സങ്കടകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2 ടെസ്റ്റ് മത്സരങ്ങൾ ഉണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉള്ള പരമ്പര 2ഉം തോറ്റ് ദക്ഷിണാഫ്രിക്കക്ക് മുൻപിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് ഇന്ത്യ. ഏറെ സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ റൺസിൻ്റെ പരാജയമല്ല എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഒരു കൂറ്റൻ തോൽവി തന്നെയാണ് ഇന്ത്യ നേരിട്ടിരിക്കുന്നത്. മത്സരത്തിൻ്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ദക്ഷിണാഫ്രിക്കക്ക് മുൻപിൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഏറെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേദനകരമായ ഒരു കാര്യം. കാളിദാസ് പറഞ്ഞതുപോലെ ഓഫ് ബ്രേക്ക് സ്പിന്നർ, അതായത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്പിന്നർമാരെ നേരിടാൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഏറെ മികവ് കാണിച്ചിരുന്നു. എന്നാൽ കുൽദീപ് യാദവിനെ പോലെ, ധ്രുവ് ജുറിനെ പോലെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ പോലുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരും ഓഫ് ബ്രേക്ക് സ്പിന്നറായിട്ടുള്ള സിമോൺ ഹാർമറിന്റെ മുൻപിൽ അടിയറവ് വെച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 6 വിക്കറ്റുകളാണ് ഇന്ത്യക്കെതിരെ ഒരു ഓഫ് ബ്രേക്ക് സ്പിന്നർ തുടർച്ചയായി നേടിയത് എന്നത് ഏറെ വേദനകരമായ കാര്യമാണ്. 408 റൺസിനാണ് സൗത്ത് ആഫ്രിക്ക 2ാം ടെസ്റ്റ് മത്സരം വിജയിച്ചത്. മത്സരത്തിൻ്റെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ആദ്യം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ തന്നെ ഒരു പടുകൂറ്റൻ റൺസ് നേടാൻ സൗത്ത് ആഫ്രിക്കക്ക് സാധിച്ചു. 408 റൺസ് ആയിരുന്നു ആദ്യത്തെ ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക നേടിയത്. എന്നാൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 201 റൺസിന് പുറത്തായിരുന്നു. ഫോളോ ഓൺ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും സൗത്ത് ആഫ്രിക്ക ഫോളോ ഓൺ വിളിച്ചില്ല. 2ാം ഇന്നിങ്സ് ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. ഈ 2ാം ഇന്നിങ്സ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക 260 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. ഇതോടുകൂടി ഇന്ത്യക്ക് മുന്നിൽ 2ാം ഇന്നിങ്സിൽ വിജയിക്കാൻ 500 പ്ലസ്, അതായത് എത്തിപ്പിടിക്കാവുന്നതിലും വലിയ ഒരു ലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യ 140 റൺസിന് പുറത്തായൊരു ദുഃഖകരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാളിദാസ്, റാസിനാണ് വിവരങ്ങൾ നൽകിയത്. ഹാർമർ പ്രഹരത്തിൽ ഇന്ത്യ മുക്കുകുത്തിയിരിക്കുന്നു. 2ാം ടെസ്റ്റും ഇന്ത്യക്ക് തോൽവിയാണ്. അതോടൊപ്പം സ്വന്തം മണ്ണിൽ ഇത്തരത്തിലൊരു കൂറ്റൻ തോൽവി എന്ന് പറയുന്നത് ഏറെ സങ്കടകരമാണ്. അതേസമയം ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് 25 വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ഒരു പരമ്പര നേടുന്നത് എന്നുള്ളൊരു ഖ്യാതി കൂടി ഈ ഒരു പരമ്പര നേടിക്കൊടുത്തിരിക്കുന്നു. റാസിനാണ് വിവരങ്ങൾ നൽകിയത്.